ഒരേ മനസ്സോടെ ഒരേ വാഹനത്തിൽ കളിച്ചിരികളോടെ പുറപ്പെട്ടവർ 9 ആംബുലൻസുകളിലായി അന്ത്യയാത്രയ്ക്കായി തിരികെയെത്തി. കൂട്ടക്കരച്ചിലുകൾക്ക് സാക്ഷ്യം വഹിച്ചു സ്കൂൾ മുറ്റം. വാൾപ്പാറ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പാങ് പള്ളിപ്പറമ്പ് LP സ്കൂളിലെ അധ്യാപകർക്കും കുടുംബാംഗങ്ങൾക്കും യാത്രാമൊഴി നൽകാൻ പാങ് ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്ത് ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. 10-15 വർഷം തങ്ങളെ അക്ഷരമുറ്റത്ത് നയിച്ച പ്രിയ ഗുരുനാഥന്മാരെ അവസാനമായി നോക്കി കാണാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും മണിക്കൂറുകളോളമാണ് വരി നിൽക്കുന്നത്. വളരെ നല്ലൊരു യാത്രയാണ്. നമ്മൾ എവിടേക്ക് പോകുന്നു എന്നുള്ളതല്ല വലിയ കാര്യം, നമ്മൾ ആരുടെ ഒപ്പം പോകുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാം ഒരു ടീമാണ്, നമ്മൾ റൈറ്റേഴ്സ് ഫാമിലിയാണ്. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുമിച്ചുള്ള യാത്ര. നമ്മൾ മുൻപ് ഒരു അകലാപ്പുഴ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു 2 days ഒരു ട്രിപ്പ് ആദ്യമായിട്ടാണ്. അപ്പൊ വളരെ സന്തോഷമുള്ള യാത്ര, എല്ലാവരും അതാണ് ഞാൻ കരുതുന്നു. അതുപോലെ നമ്മുടെ മുതലാളി സനൽ പ്രത്യേകം പറയുന്നുണ്ട്, വളരെ നല്ലൊരു മനുഷ്യനാണ്. പിന്നെ എല്ലാ ടൂറിനും നമുക്ക് പിയോണ്ട് എന്ന് വിളിച്ചാൽ മതി. വളരെ നല്ലൊരു മനുഷ്യനാണ്. പിന്നെ ഭവീഷ് കുട്ടൻ അവർ വളരെ നല്ല ഫ്രണ്ട്സായിപ്പോ എല്ലാവരും അനിയന്മാരെ കിട്ടി. പിന്നെ ബാക്കി എല്ലാവരും നന്നായി എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു. ഏതോ ഒരു ടൂറിന് ഫ്രീ ആയി കൂട്ടാന്നിട്ട് സങ്കല്പം ഇത്ര സമയം പറഞ്ഞെടുക്കാൻ എനിക്ക് തീരുമാനത്ത് മനസ്സിലായിട്ടില്ല. അതിന്റെ വെറും കാലങ്ങളിൽ അത് മനസ്സിലാക്കും. സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ? പാട്ടോ കവിതയോ എന്ത് പറയാവോ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ജിബിലൊക്കെയുള്ള വ്യക്തിത്വമുണ്ട്. ഒരു അധ്യാപകർ, ഒരു ജീവനക്കാരി, അധ്യാപകൻ്റെ ഭാര്യ, ഒരു കുട്ടി എന്നിങ്ങനെ 9 പേരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചപ്പോൾ കണ്ടുനിന്നവർക്ക് കണ്ണു നനയാതെ നോക്കി നിൽക്കാനായില്ല. ഈ ദുരന്തത്തോടെ പള്ളിപ്പറമ്പ് സ്കൂളിൽ ഇനി അവശേഷിക്കുന്നത് 3 അധ്യാപകർ മാത്രമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ വിയോഗത്തിൽ വിതുമ്പുന്ന മറ്റു അധ്യാപകരും നാട്ടുകാരും പാങ് ഗ്രാമത്തിൻ്റെ നോവായി മാറി. അപകടത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രധാനാധ്യാപിക അജിത ടീച്ചർ തന്നെ വിളിച്ചിരുന്ന കാര്യം പാങ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ വിങ്ങലോടെ പങ്കുവച്ചു. റേഞ്ചില്ലാത്ത മേഖലയിലേക്ക് പ്രവേശിക്കുകയാണെന്നും അതിനാൽ മീറ്റിങ്ങിന് എത്താൻ കഴിയില്ലെന്നും അറിയിക്കാനാണ് ടീച്ചർ വിളിച്ചത്. ആ വാക്കുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറുടെ അവസാന സംസാരമാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ ആംബുലൻസുകളിൽ തന്നെ വീടുകളിലേക്ക് കൊണ്ടുപോകും. 3 മഹല്ലുകളിലായാണ് ഇവരുടെ ഖബറടക്കവും സംസ്കാര ചടങ്ങുകളും നടക്കുക.